ഫ്രീ ഹാൻഡ് വരയ്ക്കാൻ ഫെയിൽ ആവുന്നവരുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇതാ എടുത്തോ ഗ്രിഡ് മെത്തേഡ്. ഗ്രിഡ് വരയ്ക്കാൻ ഫസ്റ്റ് ഒരു ആപ്പാണ് വേണ്ടത്. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ് ഡ്രോയിങ് ഗ്രിഡ് ആപ്പ്. ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് നമ്പർ ഓഫ് കോളംസ് ആൻഡ് നമ്പർ ഓഫ് റോസ് കൊടുക്കാമെന്ന്. അപ്പോൾ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഡിസൈഡ് ചെയ്യുന്നത് പേപ്പറിൻ്റെ സൈസ് അനുസരിച്ചാണ്. A4 സൈസ് പേപ്പർ എടുക്കുകയാണെങ്കിൽ 29.7 ക്രോസ് 21 ആയിരിക്കും ലെങ്ത് ടു ബ്രെഡ്ത്ത് വരണത്. ഈ 29.7 ഏകദേശം 30 ആയിട്ട് എടുത്താൽ നമുക്ക് കോളംസ് 10 കൊടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ കോളംസ് എന്ന് വെച്ചാൽ 20 ആണല്ലോ ബ്രെഡ്ത്ത്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 10 2 ആയിരിക്കും ഓരോ ഗ്രിഡിൻ്റെ കോളത്തിൻ്റെ ലെങ്ത്ത്. ഇനി ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 30 ഡിവൈഡഡ് ബൈ ഞാനിവിടെ എണ്ണി നോക്കിയപ്പോൾ എനിക്ക് 15 റോസ് കിട്ടി. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 15 2 ആണ്. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പാണ് കിട്ടിയത് ഗ്രിഡിന്. ഒരു 2x2 ഗ്രിഡ് ആയിരിക്കും ഇതെന്ന് വെച്ചാൽ 2 ലെങ്ത് 2 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഗ്രിഡ് വരയ്ക്കുക. അല്ലാണ്ട് തന്നെ നമ്മുടെ ആപ്പിൽ സ്ക്വയർ സെലക്ട് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ ഓൺ ആക്കിയിട്ടേക്കുക. അത് മാത്രമല്ല നമുക്ക് ഗ്രിഡ് വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ABCD 1 2 3 4 എന്ന് പറഞ്ഞ നമ്പേഴ്സും ഗ്രിഡിൽ അവൈലബിൾ ആണ്. അതിനുള്ള ഓപ്ഷനും അവിടെയുണ്ട്. പിന്നെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഗ്രിഡിൻ്റെ ആ ഒരു ഡ്രോയിങ് വരാനായിട്ട് നമുക്ക് ഡയഗണൽ ഗ്രിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കിയിടാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തം സെറ്റിങ്സ്. പിന്നെ നമുക്ക് മാത്രമല്ല ഇതിൻ്റെ അകത്ത് എക്സ്പോർട്ട് ചെയ്യാനും സൂം ആക്കാനുള്ള എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡ്രോയിങ്ങിന് വേണ്ടി ഞാൻ A4 സൈസ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. മെയിൻലി ഞാൻ 4 സാധനങ്ങളാണ് ഗ്രിഡ് വരയ്ക്കുമ്പോൾ യൂസ് ചെയ്യാറ്. ഒരു മെക്കാനിക്കൽ പെൻസിലും 2 സ്കെയിലും, ഒരു സ്മോൾ സ്കെയിലും ഒരു ലാർജ് സ്കെയിലും. ലാർജ് സ്കെയിലിന് 30 സെൻറ്റിമീറ്റർ ആണ് മൊത്തം അളവ്. അപ്പോൾ നമുക്ക് 2 to 2 എന്ന് പറഞ്ഞ് റോ വൈസ് ഇടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ അതിനാണ് ലാർജ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. നമ്മളെടുത്തേക്കുന്നത് 10 കോളംസ് അല്ലേ. അപ്പോൾ 10 × 2 20 ആണ്. അപ്പോൾ 21 ആണ് നമ്മുടെ ആക്ച്വൽ ബ്രെഡ്ത്ത്. എന്നാൽ 20 മതി നമുക്ക്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 0.5 0 എന്നാണ് മെഷർമെൻറ്റ് സ്കെയിൽ തുടങ്ങുക. അപ്പോൾ 0.5 ലെങ്ത്ത് വിട്ടിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 0.5 സൈഡിൽ നിന്ന് വിടും. അങ്ങനെ തന്നെ അപ്പ് പാർട്ടും ഡൗൺ പാർട്ടിലും ഞാൻ മാർക്ക് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം ആ 2 മാർക്ക് പോയിൻറ്റ്സിൽ എന്ന് വെച്ചാൽ ഡൗൺ മാർക്ക്ഡ് പോയിൻറ്റും അപ്പ് മാർക്ക്ഡ് പോയിൻറ്റും ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും തമ്മിൽ ജോയിൻ ചെയ്യുക സ്കെയിൽ വെച്ച്. അത് കഴിഞ്ഞിട്ട് ഇനി ഗ്രിഡ് മെഷർമെൻറ്റ് വെച്ച് വരയ്ക്കുക. ഞാൻ സ്മോൾ സ്കെയിൽ എടുത്തിട്ടാണ് ചെറിയ 2 എന്നുള്ള മെഷർമെൻറ്റ്സ് പൊതുവേ ചെയ്യാറ്. കാരണം എനിക്കെന്തോ ലാർജ് സ്കെയിൽ സ്ലിപ്പറി ആയിട്ട് തോന്നും. അത് സ്റ്റീലല്ലേ, അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിച്ചാണ് 2 ചെറിയ മെഷർമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഓരോ ഗ്രിഡ് വരയ്ക്കണത്. ഇനി ഞങ്ങൾ സ്കെയിലെടുത്ത് അപ്പുറം ഇപ്പുറമൊക്കെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സ്ട്രെയിറ്റ് ലൈനായിട്ട് ജോയിൻ ചെയ്യണം. ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രിഡിൻ്റെ അളവ് തെറ്റാന്ന് മനസ്സിലാക്കിക്കും. റോസും കോളംസും ഒക്കെ വരച്ചതിന് ശേഷം ഇനി നമ്മൾ ഡയഗണൽ വരയ്ക്കുക. ഡയഗണൽ എല്ലാ പാർട്ടിലും വരയ്ക്കണമെന്നില്ല. നിങ്ങൾക്ക് മുഖമാണ് ബുദ്ധിമുട്ട്, ഏത് പാർട്ടാണ് ബുദ്ധിമുട്ട് അവിടെ മാത്രം ഡയഗണൽ വരയ്ക്കുക. ഡയഗണൽ വരച്ചാൽ കുറച്ചും കൂടി മെഷർ ചെയ്യാനായിട്ട് മീൻസ് ആ ഒരു 2 ഡയഗണൽസ് തമ്മിൽ ഇപ്പോൾ ഒരു കണ്ണിൻ്റെ ഐറിസ് ആണെങ്കിൽ ഐറിസ് ആ 2 ഡയഗണലിലും തമ്മിൽ നമുക്ക് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമ്പറിംഗ് ആണ്. കോളം വൈസ് ഞാൻ 1 2 3 4 എന്നും റോ വൈസ് ABCD എന്നുമാണ് ഞാൻ മാർക്ക് ചെയ്യണത് അക്കോർഡിംഗ് ടു ദി ആപ്പ്. നിങ്ങൾ പറ ഫ്രീ ഹാൻഡ് ആണോ ഗ്രിഡ് ആണോ നല്ലതെന്ന് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ. എനിക്ക് പണ്ട് ഫ്രീ ഹാൻഡ് ആയിരുന്നു ഇഷ്ടം. പക്ഷേ സമയത്തിന് കൺസ്ട്രെയിൻസ് കാരണം എനിക്ക് എപ്പോഴും ഫ്രീ ഹാൻഡ് ഭയങ്കര ടൈം എടുക്കായിരുന്നു. അപ്പം ഞാൻ കണ്ടുപിടിച്ച മെത്തേഡാണ് ഗ്രിഡ്. ഓൾറെഡി ഭയങ്കര ഇൻഫേമസ് മെത്തേഡ് ആയിരുന്നു. കൊറോണ ടൈമിലാണ് ഞാൻ ഗ്രിഡ് മെത്തേഡ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് സമയമില്ലാത്ത കാരണം ഇപ്പോൾ ഗ്രിഡ് മെത്തേഡാണ് മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ്. കുറേ പേരൊക്കെ നമ്മളോട് ചോദിക്കും നമ്മൾ ഫ്രീ ഹാൻഡ് ആർട്ടിസ്റ്റ് അല്ലേ ഏറ്റവും നല്ലത്, ഓൾവേസ് ഫ്രീ ഹാൻഡ് എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾക്ക് ഏതാ സ്യൂട്ടബിൾ ആയിട്ട് തോന്നി ആ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. കാരണം നമ്മളുടെ കംഫർട്ടാണ്. കാരണം നമ്മളാണ് വരയ്ക്കുന്നത്, ബാക്കി പറയണവരല്ല. സോ ഡോണ്ട് ട്രൈ ടു ലിസൺ ദോസ് ഹു സേ ഗ്രിഡ് മെത്തേഡ് ഇസ് വെരി റോങ്. ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ വർക്ക് എന്ന് നോക്കിയാൽ മതി. തുടക്കത്തിൽ കമ്മീഷൻ വർക്ക് എടുത്തപ്പോൾ ഫ്രീ ഹാൻഡ് വെച്ച് വരച്ച സമയത്ത് എനിക്ക് ചില ഫേസ് ഷേപ്പ് ഒന്നും കറക്റ്റായിട്ട് കിട്ടിയിരുന്നില്ല. അപ്പോൾ കമ്മീഷൻ വർക്ക് ഞാൻ ഒക്കെ വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. സോ വൺസ് ഐ ഫൗണ്ട് ഔട്ട് ഗ്രിഡ് മെത്തേഡ് ഇറ്റ് ആക്ച്വലി ഗ്രൂ മൈ കോൺഫിഡൻസ്. സോ സ്റ്റിക്ക് ഓൺ ടു വാട്ട് മെത്തേഡ് യു ആർ യൂസിങ്. ഡോണ്ട് ലിസൺ ടു അതേഴ്സ്. ഈ കഥയൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്കി പരിപാടി പറയാൻ മറന്നുപോയി. ഇനി ഗ്രിഡ് കഴിഞ്ഞാൽ ഗ്രിഡിന് മുകളിലുള്ള വര തുടങ്ങാം. ആ വരയ്ക്ക് വേണ്ടിയും ഞാൻ സെയിം മെക്കാനിക്കൽ പെൻസിൽസ് ആണ് യൂസ് ചെയ്യണത്. കണ്ടോ, ഇങ്ങനെ എല്ലാ ബോർഡേഴ്സും ഗ്രിഡ് ഡയഗണൽസ് യൂസ് ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗ്രിഡ് മെത്തേഡ്. വേറെ ഒന്നുമില്ല. ഈ ഡ്രോയിങ് ഫുൾ ഞാൻ കംപ്ലീറ്റ് ആക്കി ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇതാണ് ഫൈനൽ റിസൾട്ട്. എല്ലാവർക്കും ഗ്രിഡ് മെത്തേഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.